നമ്മുടെ പേപ്പർ 5 അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ജയിച്ചയുടെ പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, റെക്കോർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നോക്കാം. ഈ റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹെൽത്ത് പേഴ്സണിന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. മാക്സിമം റെക്കോർഡ്സ് നല്ല വൃത്തിയായിട്ട് അതേപോലെ തന്നെ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ജോബാണ്. അതെന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടായിരിക്കണം നിർമ്മിക്കേണ്ടത്. മാക്സിമം ആ ഒരു ഇവന്റ് നടക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അത് നിർമ്മിക്കാനും അതുപോലെ തന്നെ എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്തെല്ലാം ഇത് അവൈലബിളും ആയിരിക്കണം. ഓക്കെ, റെക്കോർഡ് മെയിൻറ്റനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് പേഴ്സണൽസിന്റെ എല്ലാവരുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. അത് നമ്മുടെ ആ ഇവന്റ് നടക്കുന്ന സമയത്ത് തന്നെ മാക്സിമം ആക്യുറേറ്റ്ലി മെയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്ന ആ സമയത്ത് ഇത് അവൈലബിളും ആയിരിക്കണം. ഈ റെക്കോർഡിന്റെ പ്രധാനപ്പെട്ട യൂസസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ റെക്കോർഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ എഫേർട്ട്, മണി ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് റിസർച്ച് ആക്ടിവിറ്റീസിന് വരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് വരുന്ന സമയത്ത് നമുക്കിതൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഗ്രോത്ത് ചാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് അമ്മമാർക്കൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽസിനാണെങ്കിലും ഫാമിലീസിനാണെങ്കിലും കമ്മ്യൂണിറ്റിക്കായാലും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സർവീസസ് നമുക്ക് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം നല്ലൊരു റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്തൊക്കെയാണ് നീഡ് എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് അനുസരിച്ച് നമുക്ക് ബെസ്റ്റ് സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പിന്നെ പറയുന്നത് സ്വന്തം വർക്ക് കൂടുതൽ ഓർഗനൈസ് ചെയ്യാനും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനും അവർ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാക്സിമം ടൈം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ആയിട്ട് സാധിക്കും. ടൈം ഒന്നും കളയാതെ അവരുടെ വർക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇനി ഏതൊക്കെ ടൈപ്പ് റെക്കോർഡ്സ് ആണ് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലേജ് റെക്കോർഡ്, ഫാമിലി റെക്കോർഡ്, എലിജിബിൾ കപ്പിൾ റെക്കോർഡ്, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ്സ്, ട്യൂബർക്ലോസിസ് ലെപ്രസി റെക്കോർഡ്സ്, സ്കൂൾ ഹെൽത്ത് റെക്കോർഡ്, റെക്കോർഡ്സ് ഓഫ് മെഡിക്കൽ കെയർ, മന്ത്ലി റിപ്പോർട്ട്സ്. ഇതെല്ലാം പല തരത്തിലുള്ള റെക്കോർഡ്സ് ആണ്. വില്ലേജ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് ലെവലിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ അണ്ടറിലുള്ള ആ ഒരു ഏരിയയിലെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫാമിലി റെക്കോർഡ് നമ്മുടെ ഫാമിലി പ്ലാനിങ്ങോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എലിജിബിൾ കപ്പിൾ എന്ന് പറയുന്നത് എലിജിബിൾ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കറന്റ് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ്. അതില് ഫീമെയിൽ എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള എലിജിബിൾ കപ്പിൾസ് എത്ര പേരുണ്ട്, അവരുടെ ആവശ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ MCH ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ട്യൂബർകുലോസിസ്, ലെപ്രസി. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. സ്കൂൾ ഹെൽത്ത് റെക്കോർഡ് കൂടുതലും സ്കൂൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ മെഡിക്കൽ കെയർ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. മന്ത്ലി റിപ്പോർട്ട്സ് നമ്മുടെ സബ്സെന്റ് ലെവലിൽ മന്ത്ലി എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് സൂപ്പർവൈസറിന് കൊടുക്കുന്നതാണ് മന്ത്ലി റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജയച്ചയുടെ കയ്യിലുണ്ടായിരിക്കേണ്ട രജിസ്റ്റേഴ്സിന്റെ കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നെയിംസ് അല്ലെങ്കിൽ ഐറ്റംസിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിൽ ഏതൊക്കെ ടൈപ്പ് കേസസ് കാണുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് രജിസ്റ്റേഴ്സ് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ജയച്ചയുടെ കയ്യിൽ കണ്ടുവരുന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ചില രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ഫീൽഡ് ഡയറി ആണ്. നമ്മൾ ഫീൽഡ് വർക്കിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ സൂക്ഷിക്കുന്നതാണ് ഫീൽഡ് ഡയറി എന്ന് പറയുന്നത്. ഏരിയ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ വരുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ബാക്കി കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മാപ്പാണ് ഏരിയ മാപ്പ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ നമ്മൾ അത് നടത്തുന്നതിന്റെ സൂക്ഷിക്കുന്ന രജിസ്റ്റേഴ്സ് ആണ്. സ്റ്റോക്ക് രജിസ്റ്റർ നമ്മുടെ കയ്യിൽ മറ്റ് കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് അതൊക്കെ നമ്മുടെ കയ്യിൽ വരാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോക്ക് എടുക്കുന്നതാണ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ NCD ക്ലിനിക്സ് നടത്താറുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് NCD ക്ലിനിക് രജിസ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻഷൻ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു രജിസ്റ്ററിൽ വരുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീറിയാട്രിക് ക്ലിനിക് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് എൽഡർ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ് അതെന്ന് പറയുന്നത്. പിന്നെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സോട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
AEFI രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് ഇവന്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള രജിസ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അണ്ടറിൽ ഒരുപാട് നാഷണൽ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാനുള്ളതാണ് നമ്മുടെ നാഷണൽ പ്രോഗ്രാം രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇമിഗ്രൻസ് ആൻഡ് എമിഗ്രൻസ് കൂടുതലും നമ്മുടെ മലേറിയ കേസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇമിഗ്രൻസ് ആൻഡ് എമിഗ്രൻസിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ കപ്പിൾസിന് കോൺട്രാസെപ്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇത്രയും രജിസ്റ്റേഴ്സ് ആണ് നമ്മുടെ JHIയുടെ കയ്യിൽ വരുന്നത്. ഇനി നമ്മുടെ JPHന്റെ കയ്യിൽ, നമ്മുടെ തന്നെ ഫീമെയിൽ വർക്കേഴ്സ് ആണ് JPHN, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ വരുന്ന രജിസ്റ്റേഴ്സ് ഏകദേശം കോമൺ ആയിട്ട് വരുന്ന രജിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഫീൽഡ് ഡയറി ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് അവരുടെ MCH സർവീസസ് ആണ്. അപ്പൊ മെറ്റേണിറ്റി രജിസ്റ്റർ ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്റർ, കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ എടുക്കുന്നതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് എഡ്യൂക്കേഷന്റെയാണ് കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആൾക്കാർക്ക് ജനറൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന്റെയാണ് ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ വരുന്നത്. അവരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ തന്നെ കോൺട്രാസെപ്റ്റീവ്സിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റോക്ക് കാര്യങ്ങളാണ് സ്റ്റോക്ക് രജിസ്റ്ററിൽ വരുന്നത്. റെഫറൽ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ എന്തെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള PHSC അല്ലെങ്കിൽ CHSCയിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. അതാണ് റെഫറൽ രജിസ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, അവരുടെ അണ്ടറിൽ വരുന്ന നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യാന്നുള്ളത്. അവരും ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കപ്പിൾസിന് കോൺട്രാസെപ്റ്റീവ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രജിസ്റ്റേഴ്സും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഫാമിലി പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു രജിസ്റ്റർ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ എന്തെങ്കിലും മൈനർ എയിൽമെന്റ്സിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം. പിന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും JPHന്റെ കയ്യിലും അതുപോലെ തന്നെ JHIയുടെ കയ്യിലും വരുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.